മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/6/1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അത്തമാണ് നക്ഷത്രം. അത്തം 2-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, 2-ൽ ഗുളികൻ, 3 ശൂന്യം, 4-ൽ ശനി കേതു, 5 ശൂന്യം, 6-ൽ ബുധൻ കുജൻ ശുക്രൻ, 7-ൽ സൂര്യൻ, 8-9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ ചന്ദ്രൻ രാഹു, 11-12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണിത്. പ്രധാനമായും ധനുലഗ്നം, ലഗ്നത്തിൽ വ്യാഴം, സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ പറയാം ഹംസ മഹായോഗം തന്നെയാണ്. പക്ഷേ ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിലാണ് വ്യാഴം നിൽക്കുന്നത്. സൂര്യൻ്റെ 7-ാം ദൃഷ്ടിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അതേപോലെ തന്നെ ശനിയുടെ 10-ാം ദൃഷ്ടിയിലുമാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 റീസൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യകാരണങ്ങൾ കിഴിച്ച ശേഷമാണ് വ്യാഴം ഇവിടെ തൻ്റെ ഗുണഫലം ചെയ്യുക തന്നെ ചെയ്യും. ഒരല്പം ഡിലേ, ഒരല്പം കാലതാമസം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ കാലതാമസത്തെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അതിജീവിച്ചാൽ ബാക്കി വ്യാഴമേൽക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ 2028 ഓഗസ്റ്റ് 18 ശേഷം വരുന്നത് വ്യാഴദശ ആണ്. മിക്ക ആളുകൾക്കും കാണാറുള്ള ഒരു കാര്യമാണ്. ലഗ്നത്തിൽ വ്യാഴമൊക്കെ ഉണ്ടാകും, പക്ഷേ അത് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് ഈ വ്യാഴദശ ഉണ്ടാവില്ല. ഒന്നുകിൽ വ്യാഴദശ ഏറ്റവും അവസാനമായിരിക്കും, അല്ലെങ്കിൽ അത് നന്നേ ചെറുപ്പത്തിലേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ അതിൽ ജീവിതത്തിൻ്റെ ഒരു പീക്ക് ടൈമിൽ തന്നെ 96 ഇദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സമയത്ത് വ്യാഴദശ വരികയും അവിടെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുകയും അതിനനുസരിച്ച് ഈ പറയുന്ന മോശം ദൃഷ്ടികൾ എന്ന് പറയുന്നതിൽ നിന്ന് വ്യാഴത്തെ ഒന്ന് സംരക്ഷിച്ച് നിർത്തുകയും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന 5, 7, 9 ഈ 3 ഭാവങ്ങളെ കൊണ്ടും ഈ ഗ്രഹനിലയെ അങ്ങേയറ്റം പോസിറ്റീവാക്കാൻ സാധിക്കും. ഇത് ഇത്തരം വ്യാഴം കൊടുക്കുന്ന ഒരു ഫീച്ചർ, ഒരു ഗുണഫലം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിലവിൽ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. 3, 4, 5, 6. 6-ൽ ബുധൻ കുജൻ ശുക്രൻ. അതിൽ ബുധൻ കുജൻ, 6-ലെ കുജനെ പ്രത്യേകം കരുതണം. പ്രത്യേകിച്ച് വർഗോത്തമം ചെയ്തു നിൽക്കുന്ന കുജനാണ്. ശത്രുവായ ബുധനോടൊത്തും ചേർന്ന് നിൽക്കുന്ന കുജനാണ്. ഉപരി രാഹുവിൻ്റെയും ചന്ദ്രൻ്റെയും 7-ാം ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് 3-ാം ദൃഷ്ടി രോഗസ്ഥാനത്തേക്ക് കൊടുക്കുന്ന ശനിയും കൂടെ അവിടെ വരുമ്പോൾ അസുഖങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതാനും ഇദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ധാരാളമായിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന റീസണും ഇത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചിട്ടവട്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിലേക്കായിട്ടുള്ള വൈദ്യസഹായം നേടാനും അത്തരം അനുഭവങ്ങളെ കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് പൊതുവേ ഈ രാഹുദശയൊക്കെ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഞാൻ മുൻപും ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചന്ദ്രൻ രാഹു, ചന്ദ്രൻ ശനി, ചന്ദ്രൻ കേതു, ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻസ് ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ദേഹസുഖത്തിൻ്റെയും ഒക്കെ കാരക ഗ്രഹം കൂടിയാണ്. മാതാവിൻ്റെ കാരകഗ്രഹവും മറ്റാരുമല്ല ചന്ദ്രൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ രാഹു ഡയറക്റ്റായിട്ട് ചന്ദ്രനോടൊത്ത് യോഗം ചെയ്ത് നിൽക്കുന്ന സമയത്ത് രാഹുദശ നടക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സ് അസ്വസ്ഥമാകുന്ന, ദേഹസുഖം കുറയുന്ന, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ കണക്ട് ചെയ്തെടുക്കേണ്ടുന്ന പോയിൻ്റാണ് ലഗ്നാൽ 6 രോഗസ്ഥാനം എന്താണ്, ശത്രുസ്ഥാനവും അത് തന്നെയാണ്. അപ്പോൾ അവിടെ കുജൻ്റെ സാന്നിധ്യമുണ്ട്. വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന കുജനാണ്. 6-ലെയും 8-ലെയും കുജനെ പ്രത്യേകം സൂക്ഷിക്കണം. അവിടേക്കാണ് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി ഏറ്റുവാങ്ങി നിൽക്കുന്ന, പ്രത്യേകിച്ചും 4-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയും വരുന്നത് അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഗ്നിമാരുത യോഗം തന്നെ വന്നു ദേഹസുഖവുമായി ബന്ധപ്പെട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് പരിഹാരം തന്നെ ചെയ്തു പോകേണ്ടുന്ന, ചിട്ടവട്ടത്തോടു കൂടി തന്നെ പരിഹാരം ചെയ്തു പോകേണ്ടുന്ന പാറ്റേണിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ജാതകം ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബാധ്യതകൾ. ലഗ്നാൽ 4-ൽ ശനി ആർക്ക് ഏത് രൂപത്തിൽ എങ്ങനെ നിന്നാലും ശശയോഗം കൊടുത്ത് നിന്നാൽ മാത്രം കിഴിവ്.
അതല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്രത്യേകം മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ 4-ലൊക്കെ ശനി, മോശം ഗ്രഹങ്ങളുടെ സാന്നിധ്യം ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ബാധ്യതകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന സമയത്തുള്ള അവസ്ഥയായിരിക്കില്ല കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ. ഇറങ്ങുന്ന സമയത്തൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇന്നതുപോലെ രീതിയിൽ ഇത് തിരിച്ച് വീട്ടി തിരികെ കയറാം. പക്ഷേ ഇത് പിന്നീട് സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് പോകില്ല, ബുദ്ധിമുട്ടുകളെ വരുത്തും. അപ്പോൾ ടെൻഷൻ കൂടും, സ്വസ്ഥത കുറയും, ബാധ്യതകളായി നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. 4-ലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ പരമാവധി ബാധ്യതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ്. ഒരു സേഫ് ഡിസ്റ്റൻസിൽ തന്നെ തുടരുന്നതാണ് ബാധ്യത എന്ന വാക്കുമായിട്ട് ഏറ്റവും നല്ലത്. അതല്ലാത്ത പക്ഷം ചില നിവൃത്തി കുറഞ്ഞ സാഹചര്യങ്ങളിൽ ബാധ്യതകളിലേക്ക് പോയാൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ എഴുതി തയ്യാറാക്കി പറ്റുന്ന എമൗണ്ടുകളുടെ ബാധ്യത മാത്രം എടുത്തു വയ്ക്കാൻ ശ്രമിക്കുന്നതും ഒരു പ്ലാൻ ബി ഓപ്ഷനായിട്ട് കരുതാവുന്നതാണ്. അതല്ലാത്ത പക്ഷം കണ്ണടച്ച് ബാധ്യതകളിലേക്ക് പോയി കഴിഞ്ഞാൽ 100% അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം ഇല്ല. പ്രത്യേകിച്ചും 4-ൽ ശനി കേതുവിനോടൊത്ത് നിൽക്കുകയും രാഹുദശ നടക്കുകയും പ്രസ്തുത രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയിൽ ശനി നിൽക്കുകയും പ്രസ്തുത ശനി 4-ാം ഭാവാധിപനെ വീക്ഷിക്കുകയും അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുമ്പോൾ ഇത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ അദ്ദേഹം പറഞ്ഞതും ഈ കടം ബാധ്യതകൾ സംബന്ധമായിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ബാധ്യതകളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ്, ഈ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ബാധ്യതകളെ കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം മാത്രം വേണോ വേണ്ടയോ എന്നൊന്ന് ചിന്തിച്ച ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോകാവൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് 12-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് കുജൻ. ഇവിടെ അത് 6-ൽ നിൽക്കുന്നു. ബുധൻ കുജൻ നല്ല ബന്ധമല്ല. ശുക്രനോടൊത്ത് അവിടേക്ക് രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ 3-ാമത്തെ ദൃഷ്ടിയുമുണ്ട്, വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ചെലവുകൾ അതിഗംഭീരമായിട്ട് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അങ്ങേയറ്റം കൂടുതലാണ്. അപ്പോൾ ചെലവുകൾ സംബന്ധമായിട്ടും കൃത്യമായിട്ട് ഒരു പ്ലാൻ എ പ്ലാൻ ബി തയ്യാറാക്കി തന്നെ പോകേണ്ടത് അത്യാവശ്യമാണ്, ഉപരി അത്യന്താപേക്ഷിതമാണ്. അതല്ലാത്ത പക്ഷം 100 വരും 110 ഇറങ്ങും എന്നുള്ളൊരു പോയിന്റിൽ ലൈഫ് മുന്നോട്ട് പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നുമില്ല. മാത്രവുമല്ല മണി ബ്ലോക്സ്, ലഗ്നാൽ 2-ൽ ഗുളികൻ, 2-ാം ഭാവാധിപൻ 4-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. മണി ബ്ലോക്സ് ഉണ്ടാകാനുള്ള, ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ ആണ്. അപ്പോൾ ഇതിനെല്ലാം വെട്ടി മാറ്റിയിട്ട് വേണം വ്യാഴം പുതിയൊരു വഴി വെട്ടി ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അദ്ദേഹം കൂടെ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന പ്രാക്ടിക്കൽ റെമഡീസ് സ്വീകരിക്കുകയും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വ്യാഴത്തിന് ആ ജോലി ഒരു അല്പം എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഇവിടെയാണ് പരിഹാരത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെമഡീസിൻ്റെയും പ്രാധാന്യം വരുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും പല ഗ്രഹനിലകളിലുമുള്ള പ്രതിസന്ധികൾ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കഠിനമാണ് എന്ന് ഏതൊരാൾക്കും തോന്നുന്നത്. ഇപ്പം പണം വരുന്നുണ്ട്, അത് ചിലവായി പോകുന്നു, വളരെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമാണ്. വരാനുള്ള പണം വരുന്നില്ല, അർഹമായത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യം തന്നെയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 10-ൽ ചന്ദ്രൻ, രാഹു 10-ാം ഭാവാധിപൻ ശുക്രനോടൊത്ത് നിൽക്കുന്നു. രാഹുവിൻ്റെ തന്നെ ദൃഷ്ടിയിൽ, ശനിയുടെ തന്നെ ദൃഷ്ടിയിൽ. ഇഷ്ടമല്ലാത്ത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചില ആളുകളെ കണ്ടിട്ടില്ലേ, പഠിച്ചതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് വ്യാഴദശയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് പരിഹാരമൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് അനുകൂലത്തിൽ വരിക തന്നെ ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം അങ്ങേയറ്റം കൂടുതലുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രമിക്കുകയും അതേപോലെ തന്നെ വേണ്ടുന്ന പരിഹാരങ്ങൾ പ്രാക്ടിക്കലി വേണ്ടുന്ന നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, തിരുത്തേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതും അതിനോടൊത്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ കൃത്യമായിട്ട് ചെയ്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുദശയൊക്കെ തീരുന്ന മുറയ്ക്ക് വ്യാഴം 16 കൊല്ലത്തേക്കുള്ള വ്യാഴദശ കയറുകയും
കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് വെള്ളവും വളവും ഇട്ട് പോയി കഴിഞ്ഞാൽ വ്യാഴം അതിന് വേണ്ടുന്ന ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുകയും അതേപോലെ തന്നെ ഭാഗ്യസംബന്ധമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൃത്യമായിട്ട് കൂട്ടുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലഗ്നാൽ 7-ൽ സൂര്യൻ നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചേർക്കാൻ പറ്റുന്ന ഗ്രഹനിലകൾ മാത്രമേ ചേർക്കാവൂ. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. കാരണം 7-ൽ സൂര്യൻ നിൽക്കുകയും 7-ാം ഭാവാധിപൻ കുജനോടൊത്ത് നിൽക്കുകയും അവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും ഒക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ കണിശമായും വളരെ സൂക്ഷിച്ചും ഗ്രഹനിലകൾ കൃത്യമായിട്ട് ചേരും എന്ന് ഉറപ്പിച്ചും മാത്രമേ വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ 7-ലൊക്കെ സൂര്യൻ നിന്നിട്ട് നേരെ അപ്പുറത്ത് 7-ലൊക്കെ ശനി നിൽക്കുന്ന ആളെ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ചേർക്കാൻ പറ്റുന്നത് മാത്രം ചേർക്കുക, അല്ലാത്തതിനെ കണിശമായിട്ടും ഒഴിവാക്കുകയും ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ അത്തമാണ് നക്ഷത്രം, ചന്ദ്രദശയിൽ ജനിച്ചു. 2003 വരെ ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ, അതിനുശേഷം 18 കൊല്ലം നീണ്ടു നിൽക്കുന്ന രാഹുദശ. ഇപ്പോഴത്തെ നടപ്പ് ദശയുടെ നാഥനും രാഹുവാണ് 2028 ഓഗസ്റ്റ് വരെ. അതിനുശേഷമാണ് വ്യാഴദശ 2044 വരെ. അതിനുശേഷം ശനി 2063 വരെ. അതിനുശേഷമാണ് ബുധൻ കേതു എന്നീ ദശകളുടെ കടന്നുവരവ്. അതിൽ തന്നെ നടപ്പ് ദശ രാഹുവിൽ ചന്ദ്രനാണ്. ടു ബി ഫ്രാങ്ക് നല്ലതല്ല. 30/1/2026 തൊട്ട് 31/7/2027 വരെ രാഹുൽ ചന്ദ്രനാണ്. ചന്ദ്രനോടൊത്ത് തന്നെ നിൽക്കുന്ന രാഹുവിനോടൊത്ത് നിൽക്കുന്ന ചന്ദ്രനും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, സ്വസ്ഥത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും തന്നെ നല്ല ഒരു ടൈമല്ല, നല്ലൊരു സമയമല്ല എന്ന് തിരിച്ചറിയുക. കണിശമായും തന്നെ വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന രീതിയിൽ ചിട്ടപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് എന്നും തിരിച്ചറിയുക. പോയാൽ ബാക്കി കാര്യങ്ങൾ ഏൽക്കാൻ ഇവിടെ വ്യാഴം റെഡിയാണ്. അദ്ദേഹത്തെ ഒന്ന് പോസിറ്റീവാക്കി, ഒന്ന് ബൂസ്റ്റ് ചെയ്ത്, ഒന്ന് ആക്ടിവേറ്റ് ആക്കി വിട്ടു കഴിഞ്ഞാൽ ജീവിതം മാറും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.